ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമുക്ക് കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു മിനിമം ഒരു 5 ദിവസം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 3 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് ഉലുവ എടുത്തിട്ടുണ്ട്. ഈ ഉലുവ നമുക്കൊരു 7-8 മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വയ്ക്കണം. അപ്പോൾ അതിന് മുന്നേ അത് നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഉലുവ വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളത്തിലൊന്ന് ഒഴിച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി ഇട്ട് വയ്ക്കാം. വൈകിട്ടത്തേക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇട്ടാലും മതി. അതുപോലെ തന്നെ 1/4 കപ്പ് ഉലുവ എടുത്തപ്പം അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് ചെറുപയറും എടുക്കുകയാണ്. ഈ ചെറുപയറും വൃത്തിയായിട്ട് കഴുകിയിട്ട് ഈ ഉലുവയുടെ അത്രയും സമയം തന്നെ നമ്മൾക്ക് വെള്ളത്തിലൊന്ന് കുതിർത്താനായിട്ട് വയ്ക്കണം. അപ്പോൾ ഉലുവയും ചെറുപയറും നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് കുതിരാനായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾക്ക് 8 മണിക്കൂർ അടച്ചു വയ്ക്കാം. അപ്പോൾ 7-8 മണിക്കൂർ കഴിഞ്ഞപ്പം നമുക്ക് ഉലുവ ഒന്ന് എടുത്ത് നോക്കാം. ഉലുവ നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്, നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒട്ടും കയ്പില്ലാതെ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളത്തിലിട്ട് വെച്ച വെള്ളം നിങ്ങൾക്ക് ഊറ്റി കളയാം. അതിനുശേഷം വേറെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ആ വെള്ളത്തിൽ തന്നെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു കയ്പുണ്ടാവും കഞ്ഞിക്ക്. അപ്പോൾ ഇത് ഈ വെള്ളം നമ്മൾ കുതിർത്ത വെള്ളം കളഞ്ഞിട്ടാണ് ഉലുവ വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ കഞ്ഞിക്ക് ഒട്ടും കയ്പുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഉലുവ ഒരു 2-3 വിസിലിന് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിന് സമയം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു 1/4 കപ്പ് തിനയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പൊടിയരി എടുക്കാം, ഞവരരി എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അതെല്ലാം നമ്മൾക്ക് 1 കപ്പ് എടുക്കണം. ഈ തിന പെട്ടെന്ന് നല്ല ഡബിളായിട്ട് നല്ലപോലെ ഇരട്ടിയായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ തിനയായതുകൊണ്ടാണ് 1/4 കപ്പ് എടുത്തത്. ഇതിൽ ധാരാളം അഴുക്കല്ലാണ്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം ഇതും അതിൻ്റെ കൂടെ ഒന്ന് വേവിക്കണം. അപ്പോൾ ഉലുവ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. തിന കൂടെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തേക്ക് നമ്മൾക്ക് ഉലുവ എന്തോരം ആയെന്ന് നോക്കാം. ഉലുവ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. വെന്ത ഉലുവ ഇവിടെ നമ്മൾക്കൊന്ന് തുറന്ന് നോക്കാം. ഇനിയിപ്പോൾ ഈ ഉലുവയുടെ കൂടെ നമ്മൾക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന തിനയിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 7-8 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന ചെറുപയറും കൂടെയും ചേർത്ത് കൊടുക്കണം. നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ചെറുപയറും കൂടെയും അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ല തിക്കായിട്ട് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാമുള്ളൂ. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുപയറും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് മുങ്ങി നിൽക്കാൻ നല്ലപോലെ ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്തായാലും കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് ഇതിലേക്കെല്ലാം പിടിക്കാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഒരു 1/4 സ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയായാലും മതി. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ആ വേവുന്ന സമയം കൊണ്ട് തേങ്ങാപ്പാൽ തയ്യാറാക്കാം കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച കപ്പിൽ 1 കപ്പ് 2 കപ്പാണ് തേങ്ങ ചിരകിയത് എടുത്തേക്കുന്നത്. അത് നമ്മൾക്ക് ആദ്യം കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് വളരെ കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ തിക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതുപോലെ ആ തേങ്ങയിലേക്ക് തന്നെ തിക്ക് തേങ്ങാപ്പാൽ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഇവിടെ നീക്കി വെച്ചേക്കാണ്. അതേ തേങ്ങയിലേക്ക് തന്നെ ധാരാളം വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും കൂടെ അത് സാധാരണ വെള്ളം ഒഴിച്ചാലും മതി കേട്ടോ. ആദ്യം ഫസ്റ്റ് തേങ്ങാപ്പാൽ എടുക്കുന്നതിനാണ് ചൂടുവെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞത്. ചെറു ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. രണ്ടാമത് പാലെടുക്കുമ്പോൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ധാരാളം തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് ഈ ചെറുപയറും തിനയെല്ലാം വേവിച്ചതൊന്ന് നോക്കാം. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് എന്നാൽ ഒട്ടും വെള്ളമില്ലാതെ നല്ലപോലെ കുഴഞ്ഞ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു മണ്ണിൻ്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉരുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുളിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച പയറും തേനയും ഉലുവയും എല്ലാം കൂടെയും ഈ ഈ മണ്ണിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഉരുളി ഉള്ളവർക്ക് ഉരുളി ഉപയോഗിക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ രണ്ടാമത് എടുത്ത് വെച്ച പാലില്ലേ, ആ പാല് അതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇതെല്ലാം വെന്തിരിക്കുന്നതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഫുള്ളായിട്ട് നല്ലപോലെ ഒന്ന് കുറുകി വരും. തിളച്ച് നല്ലപോലെ ഒന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മൾക്കിത് ഓഫ് ചെയ്ത് കൊടുക്കണം. ജീരകത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ജീരകപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. വെന്ത് കുറുകി വന്നപ്പം തീ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലൂടെ
അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. ഇത്രയും ഈസിയാണ്, പക്ഷേ നല്ല എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണിത്. ഇനിയിപ്പോൾ ഒന്ന് കടുക് വറുക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ചുവന്നുള്ളി അരിഞ്ഞത് നല്ല മുരിച്ചൊന്ന് വറുത്തെടുക്കണം. നെയ്യിൽ വറുത്തെടുക്കുന്ന ഉള്ളി എന്നൊക്കെ പറഞ്ഞാൽ നല്ല വാസനയാണ്, നല്ല വാസനയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ഉള്ളി നല്ലപോലെ മൂത്ത് മുരിഞ്ഞ് കഴിയുമ്പം നമ്മൾക്ക് ഈ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ എല്ലാ ഉള്ളിയും ഒരേ അളവിൽ ഇങ്ങനെ മുരിഞ്ഞ് കിട്ടുമ്പം കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ വേറെ ഒന്നും കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കർക്കിടക കഞ്ഞിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് കർക്കിടക കഞ്ഞി. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. അപ്പോൾ ഇത് നാടൻ രീതിയിൽ തന്നെ മണ്ണിൻ്റെ ഒരു പ്ലേറ്റിലാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഒരു പ്ലേറ്റ് ഫുള്ള് കഞ്ഞി എടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്കുള്ള നാടൻ രീതിയിൽ തന്നെ നമ്മളൊരു പ്ലാവിലേക്ക് കുത്തിയിട്ട് കഞ്ഞി കുടിക്കില്ലേ, അതേമാതിരി തന്നെ ഞാൻ ഒരു പ്ലാവിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്ലാവില വെച്ചിട്ട് ഇത് കുത്തിയെടുത്തിട്ടാണ് ഞാൻ കഞ്ഞി കഴിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെയും ജീരകത്തിൻ്റെയും എല്ലാം ടേസ്റ്റ് നല്ലപോലെ എടുത്ത് വരുന്നുണ്ട്. നല്ല വാസനയുണ്ട്. നെയ്യിൽ മൂത്ത ഉള്ളിയുടെ എല്ലാം നല്ല വാസനയുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കഞ്ഞിയാണ്. അപ്പോൾ ഇനി ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.